വേനൽ തുടങ്ങിയ പിന്നെ വെയിലാറി കഴിയുമ്പോഴാണ് കേട്ടോ ഞാൻ ചെടി നനക്കാനായിട്ട് ഇറങ്ങുന്നത്. അങ്ങനെ ചെടി നനച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വിങ്കാ റോസിൻ്റെ കുറച്ച് തൈകൾ മുളച്ച് നിൽക്കണ വേണ്ടത്. വിങ്കാ റോസ് എന്ന് പറയുന്നത് ഒരു പരിഷ്കാരി പേരാണെങ്കിലും എനിക്കിഷ്ടം നിത്യകല്യാണി എന്ന് പറയണതാണ് കേട്ടോ. അതാണ് ഇതിൻ്റെ ശരിക്കും പേര്. എല്ലാവരും പൊതുവേ ഒരു വിലയില്ലാണ്ട് ചവന്നാറിപ്പൂ എന്നൊക്കെ പറയും. പക്ഷേ ഇതിൻ്റെ സൗന്ദര്യം കണ്ടു കഴിഞ്ഞാൽ ആർക്കെങ്കിലും അങ്ങനെ പറയാൻ തോന്നുമോ? ചുമ്മാ പറഞ്ഞതാണ് കേട്ടോ. ഇരട്ടപ്പേര് വിളിക്കുന്നതാണ് ഒരു മനസ്സുഖം അല്ലേ? അപ്പം ഞാൻ നമ്മുടെ നിത്യകല്യാണീനെ അങ്ങോട്ട് മാറ്റി നട്ടിട്ടാണ്. കുറച്ച് സെവനപ്പിൻ്റെ കുപ്പി മുറിച്ചിട്ട് സെൽഫ് വാട്ടറിങ് രീതിയിൽ ചെയ്തിരിക്കുന്നത്. ഡ്രെയിനേജായി വരുന്ന വെള്ളം തന്നെ അത് വലിച്ചെടുത്ത് വീണ്ടും മോയ്സ്ചറൈസിങ് നിലനിൽക്കുന്ന രീതിയിലാണ് കേട്ടോ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിനെ തന്നെ നിർത്തിയാൽ ശരിയാകൂലല്ലോ എന്ന് കരുതിയിട്ട് കുറച്ച് ചൈന റോസിൻ്റെ, അതായത് 10 മണിപ്പൂവിൻ്റെ കുറച്ച് കിളുന്തും കൂടി നുള്ളിയിട്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കുത്തി കൊടുത്തിട്ടാണ്. അപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് വളർന്നോളും. ഒരാളിച്ചിരി പൊക്കത്തിലും പോവും, ഒരാളിച്ചിരി സ്പ്രെഡായും വന്നോളും. അപ്പോൾ കൂടുതൽ 10 മണിപ്പൂവിൻ്റെ തൈകൾ കിട്ടാനും ഉള്ള തൈകൾ കുറച്ച് സ്ട്രോങ്ങും സ്പ്രെഡൊക്കെ ആവാനും ഇത് ഉപകരിക്കുമെന്ന് കരുതിയിട്ടാണ് ഞാനിരിക്കുന്നത്. വലിയ ഗാർഡനൊന്നും അല്ലെങ്കിലും ഒരുപാട് സ്ഥലം ഇല്ലെങ്കിലും ചെറിയ സ്ഥലത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഇതിലൊരു മുട്ടുണ്ടായി കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു പുതിയ പൂവുണ്ടായി കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ അത് ഒട്ടും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. അത് അനുഭവിച്ചറിയുക തന്നെ വേണം. നാളെ എൻ്റെ അടുത്ത ഗാർഡനിങ് വിശേഷങ്ങളുമായിട്ട് ഇതേ സമയം കാണാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സ്നേഹത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ എല്ലാവരും ഇരിക്കുക. താങ്ക് യു.